ഇതെന്താ കറണ്ട് ഇല്ലാത്തത്? മാഡം എവിടുന്നാ വിളിക്കുന്നത്? കൂരാച്ചുണ്ട്, കേളോത്തുവയിൽ നിന്ന്. മാഡം ആ ഭാഗത്തെ ടച്ചിങ്സിന്റെ കണക്ഷൻ അതുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തത് കേട്ടോ. ഏത് നമ്മൾ തൊട്ട് കൂട്ടുന്ന ടച്ചിങ്സോ? അയ്യോ 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 മാഡം, ആ ടച്ചിങ്സ് അല്ല, രണ്ട് കമ്പിയിൽ തട്ടി നിൽക്കുന്ന മരക്കൊമ്പുകളൊക്കെ വെട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിന്റെ പണി അത് കഴിഞ്ഞാൽ വരണം. നിങ്ങൾ എന്റെ വീടിന്റെ മുമ്പിലെ ടച്ചിങ്സ് എപ്പോഴാ വെട്ടി തരിക? നിങ്ങളുടെ വീട് കറക്റ്റ് ഏരിയ എന്ന് പറയാവോ? കണ്ണാടിപ്പാറ പള്ളീന്റെ അടുത്ത്. കണ്ണാടിപ്പാറ പള്ളിയുടെ അടുത്ത് ഏകദേശം 2 മണി കഴിയും കേട്ടോ. അല്ലോ, നിങ്ങളൊരു 11 മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തന്നിട്ടുണ്ട്, എനിക്ക് കറി വെക്കാനും. മാഡം ഈ കറി വെക്കലും നിങ്ങൾ ഈ ടച്ചിങ്സ് എന്താണ് ബന്ധം? അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പിമേലാ തട്ടിക്കെടുക്കുന്നത്, അതൊന്ന് വെട്ടി തന്നിട്ടുണ്ട്. എനിക്ക് അത് ചക്കക്കുരുവിലിട്ട് കറിയും വെക്കാനും മുരിങ്ങേന്റെ ഇല ഉപ്പേരിയും വെക്കാനും. അത് കണക്ക് നിങ്ങൾ വെക്കല്ല. ആ രാകേശ വരുന്നെങ്കിൽ ഓനോട് ഒരു 50 ഉറുപ്പ്യന്റെ മത്തി വാങ്ങാൻ പറയോ? ഓക്കെ. ഹലോ, അക്ഷയ പാത്രം, സോറി അക്ഷയ കേന്ദ്രം, ആരാ? ശ്രീകുട്ടനാ. ശ്രീകുട്ടാ മനസ്സിലായി ചേച്ചിക്ക്? ഏത് ശ്രീകുട്ടനാ? ചേച്ചിയുടെ കൂടെ ചേച്ചി 10 പഠിച്ചപ്പോഴേ സ്കൂളിൽ 8 പഠിച്ച ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ വരെ എന്തോടും മതി? പുതുക്കാൻ വിളിച്ചതാ. മോനെ ഇവിടെ പാൻ കാർഡ് പുതുക്കും, പാസ്പോർട്ട് പുതുക്കും, ഐഡന്റി കാർഡ് പുതുക്കും. ഏതല്ല മോനെ പുതുക്കേണ്ടേ? അയ്യോ അതല്ല, പണ്ട് ചേച്ചിയോട് പറഞ്ഞ പ്രേമം പുതുക്കാൻ വിളിച്ചതാ. രാവിലെ വിലക്കെടുത്താൻ വേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ ചേച്ചി ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന നമ്മളെപ്പോലുള്ള സുന്ദരി പെണ്ണുങ്ങൾക്ക് ഇത് ശാപം. അല്ലാതെ പിന്നെ നമ്മളെന്താ പറയും? അയ്യോ മാറിപ്പോയി മാമ. മാമ ഈ ഫോറത്തിന് കുഴപ്പമുണ്ട് മാമ. എന്ത്? ഇതില് ഫോട്ടോ സഹിതം വേണം മാമ. 2 ഫോട്ടോ വേണമെങ്കിൽ തരാം, മറ്റതിന്റെ ഇല്ല. എന്തോന്ന് സഹിതം മാമ? പശുവിന്റെ പല്ല് എന്നെ നോക്കരുതെന്നാ. ഇവിടെ സ്ത്രീധനം കെട്ടിക്കൊണ്ടൊന്നും എന്റെ പല്ലെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ദാനം കിട്ടുന്ന പശുവിന്റെ ഇല്ലെങ്കിലും ഇത് മുഴുവൻ കഴിക്കണം. അങ്ങനെ നല്ല കാര്യം പറയും മോളെ. എവിടെ ഒരുങ്ങി കെട്ടി? എന്തെങ്കിലും ഇത് മുഴുവൻ കഴിക്കാന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ കാര്യത്തിന് ഓടി നടന്ന് എന്റെ ആഹാരം ശരിയാവുന്നില്ല. ഇന്നെങ്കിലും എനിക്ക് ഇത് മുഴുവൻ കഴിക്കണം. ഞാനെന്ത് കഴിക്കും? ക്യാരക്ടർ വേണ്ടി നിങ്ങൾക്ക് വിഷമാവും. പിന്നെ എനിക്ക് തരാൻ പറ്റി കഴിച്ചപ്പോൾ എനിക്ക് വിഷമാവും. അതല്ലെന്നോ ആ സന്തോഷ് ഡോക്ടർ എന്നോട് പറയുവാ, നിങ്ങൾക്ക് ഇനി ചികിത്സാ സഹായം കിട്ടണമെങ്കിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. എനിക്ക് ചികിത്സാ സഹായം കിട്ടാൻ വേണ്ടി ഒരു ഡോക്ടറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു കത്തും. ഇന്ന് ഞാനൊരു കുത്തുവാണ്. എടി പെടകാലി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചെന്നൈയിലുണ്ട്, ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും. അതെ അതെ തിരക്കാണ്. ഹായ് ഹായ്, ഓ സെൽഫി. നിങ്ങള് സീരിയലൊക്കെ ഉള്ളൊരു നടിയല്ലേ? തുടക്ക സമയത്ത് ഞാൻ 1-2 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഒന്നും താൻ കണ്ടിട്ടില്ലേ? സീരിയൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സിനിമ ഇപ്പൊ ഏതാ ചെയ്തത്? സിനിമ ഞാനൊരു 10-25 സിനിമയോളം ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഒരു മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു കോള് വരുന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് ഡേറ്റോ? അയ്യോ, എനിക്ക് അന്ന് ഡേറ്റേ ഇല്ല. ഞാൻ തിരക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മഞ്ജു വാര്യർ വെറുതെ ഇരിപ്പുണ്ട്, അവരെ വിളിച്ച് അഭിനയിപ്പിക്കേ. അല്ലെങ്കിൽ പിന്നെ ആ ഐശ്വര്യ റായ് വെറുതെ ഇരിക്കുന്നു, നയൻതാര വെറുതെ ഇരിക്കുന്നു, അവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കേ. അവരൊക്കെ കഞ്ഞു കുടിച്ച് ജീവിക്കട്ടോ. ഞാൻ മാത്രമേ ചെയ്താൽ പറ്റൂന്ന് പറഞ്ഞിട്ട് ജീവിക്കണ്ടേന്നേ. ശരി ശരി ശരി, എനിക്ക് എന്തായാലും ആ ഡേറ്റ് ഞാൻ ഒഴിവില്ല. ഇതിപ്പോ ആരാ കൂടെ നടക്കുന്നേ? ഇത് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇയാളാണ്. മലയാളം വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയില്ലേ? എനിക്ക് കുറച്ച് ഞാനിപ്പോ പഠിച്ചു വരുന്നുണ്ട്. എന്താ പേര്? കന്യക. അതെ, പക്ഷേ എന്താ
സ്റ്റെപ്പിനി ഉണ്ടോ? ഉണ്ട് ഒരെണ്ണം. അല്ല 4 ടയറും മുട്ടയാണ്. സ്റ്റെപ്പിനി ഉണ്ടോന്നു? നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമല്ലേ നോക്കാൻ പറഞ്ഞു. മുട്ട കാര്യം നോക്കാൻ പറഞ്ഞു. അല്ല അപ്പൊ ഭർത്താവില്ലാതെ എങ്ങനെ ജീവിക്കുന്നത്? തട്ടിമുട്ടി പോകുന്നു. നല്ല തട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തട്ടാ. പിന്നെ ലൈസൻസ് ഉണ്ട്? അയ്യോ സാറേ ലൈസൻസ് എടുത്തില്ല. ട്രാഫിക് നിയമങ്ങൾ അറിയാമോ? കുറച്ചൊക്കെ അറിയാലോ. ഇങ്ങനെ കാണിച്ചെന്താണ്? കൂടെ വരാന്. പെട്ടെന്ന് വരാൻ. അപ്പൊ ഇങ്ങനെ കാണിച്ചെന്താണ്? പിന്നെ വരണ്ടാന്ന്. ചീട്ടെടുക്കുവോ? ഷീട്ടോ? കാട്ടെടുക്കുവോ? കാട്ടെടുക്കാൻ ഞാൻ എന്തോ തട്ടയോ? അല്ലെങ്കിൽ വേണ്ട ഈ സൂപ്പിക്കുന്ന മെഷീൻ ഉണ്ടോ? സൂപ്പിക്കുന്ന മെഷീനോ? സോപ്പിംഗ് മെഷീൻ ആയിക്കോട്ടോ. സോപ്പിംഗ് മെഷീൻ അതൊന്നും ഇവിടെ ഇല്ല. പെട്ടിയൊന്നും അടച്ചിട്ട് കൊടുക്കും. സാറേ എങ്കിൽ അത് പറ്റില്ല പോരാ സാറേ.